ഭൂരിപക്ഷം ആൾക്കാർക്കും സിനിമ വർക്കായിട്ട് കയറും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനത്തെ ഒരു പടം ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വരുന്നത് സിനി ഫൈൽസ് ആയിരിക്കും, പക്ഷെ അത് ഭയങ്കര ചെറിയ ശതമാനം. ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, ലൂക്ക് ബെസോണിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ലിയോൺ ദി പ്രൊഫഷണൽ ഒരു ഭയങ്കര ഐക്കോണിക് ഷോട്ട്. അപ്പോൾ ഓട്ടം എത്രത്തോളം ഗ്രാൻഡ് ആക്കാം, അല്ലെങ്കിൽ എത്രത്തോളം അതേ സമയത്ത് സറിയലും ആക്കാം. ലെറ്റർ ബോക്സ് വാച്ച് ലിസ്റ്റ് ഒക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരു 5 സിനിമകൾ 4 സിനിമകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യുന്ന പടങ്ങൾ എന്തായിരിക്കും? പെട്ടെന്ന് മെട്രിക്സ്, 90s ഹോളിവുഡ് ഫിലിംസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ചിദംബരത്തിന്റെ പേര് ഡിസ്കസ് ചെയ്യപ്പെട്ടതായിരുന്നു മോഹൻലാൽ സിനിമ എന്നുള്ളത്. അങ്ങനെ ഒരു പടം ഉണ്ടായ ഭയങ്കര അടിപൊളിയായിരിക്കും. ആസ് എ ഫിലിം മേക്കർ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ എന്റെ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കും, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട്. അത് ആക്ച്വലി ടെക്നിക്കലി കുറച്ച് ഹാർഡാണ് ആ ഷോട്ട്. ആ പടം കഴിഞ്ഞ് ഫസ്റ്റ് പോകുന്നത് അതും വേണ്ടി നമ്മുടെ നാട്ടിൽ ഏതൊരു ചെറിയ കടയുടെ പരസ്യമൊക്കെ പിടിച്ച് ഫ്ലോപ്പ് ആയിരുന്നു, പുറത്ത് കണ്ട. അയ്യോ, ഞാൻ ഷജിക്കോട് പറഞ്ഞത് ഗിബ്ലി സ്റ്റുഡിയോസിന്റെ ലാൻഡ്സ്കേപ്സ് ആണ് നമുക്ക് വേണ്ടത്. റൈറ്റിംഗ് ആണ് ഏറ്റവും ടഫ്. അത് ഞാനൊരു ട്രെയിൻഡ് റൈറ്ററും അങ്ങനത്തെ ഒരു റൈറ്ററും അല്ലല്ലോ. അപ്പം ടു മേക്സ് അപ്പം അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഭയങ്കര ദിവസം ഒരു സീൻ വെച്ച് എഴുതിയാൽ മതി. അപ്പൊ 3 മാസത്തിൽ ഒരു സ്ക്രിപ്റ്റ് അത്രേ ഉള്ളൂ. ഒരു സീൻ എഴുതിയാൽ മതി ഒരു ദിവസം. പക്ഷെ ആ ഒരു സീൻ എഴുതാൻ ചിലപ്പോൾ 1 മാസം എടുക്കും. ക്യൂ സ്റ്റുഡിയോയിൽ ചിദംബരം, വെൽക്കം. ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, ലൂക്ക് ബെസോണിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ലിയോൺ ദി പ്രൊഫഷണൽ ഒരു ഭയങ്കര ഐക്കോണിക് ഷോട്ട്. മെറ്റൽഡേയും ലിയോണും നടന്നു വരുന്ന ഷോട്ട്, ബാലനിലെ അമ്മയും മകനും ഷോട്ടും വെച്ചിട്ടുള്ളത്. അതൊരു പേഴ്സണൽ ഹോമേജ് ആയിട്ടുള്ള പ്ലാൻ പ്രകാരം സംഭവിക്കുന്നതാണോ, അത് ചിതുവിനൊരു പേഴ്സണൽ മൊമെന്റ് ആണോ? ഉറപ്പായിട്ടും ലിയോൺ ദി പ്രൊഫഷണൽ പിന്നെ ഭയങ്കര അടിപൊളി സിനിമയാണ്, എല്ലാവരും കണ്ടാണ്. അതുപോലെ ലാഫെം, നിക്കിത, ലുക്ക് ബെസോൺ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിലിം മേക്കറാണ്. അപ്പം ആ ഷോട്ട് പണ്ട് ഇംപ്രിന്റഡ് ആണ്. അപ്പം നമ്മൾ ആ സമയത്ത് ആ ജയിലിന്റെ ആ മതിലുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ നമ്മൾ അതിനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഷോട്ട് വെക്കാൻ, ഇങ്ങനെ ഒരു റൊമാൻസ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വെച്ചതാണ്. അപ്പം നമ്മൾ ആ സണ്ണിന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് സൂം ലെൻസ് ഒക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ഷോട്ടിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഷോട്ട് വേറെ കുറച്ച് സിനിമകളിലുണ്ട്. മറ്റേ ഭയങ്കര എല്ലാവർക്കും പെട്ടെന്ന് കണ്ട പേഴ്സൺ ഓഫ് ഹാപ്പിനെസ്സില് ഓൾമോസ്റ്റ് അങ്ങനെ ഒരു ഷോട്ട് ഉണ്ട്. അമോറസ് പെറോസിൽ കാർട്ട് അയാൾ തള്ളിക്കൊണ്ടുവരുന്ന അസാസിൻ അത് ഭയങ്കര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് അത് നമ്മുടെ സിനിമയിൽ തന്നെ ചെയ്യണം. അത് വെറുതെ അങ്ങനെ ഒരാൾ നടന്നു കയറി വരുന്നല്ല, അത് കോണ്ടെക്സ്റ്റിലും കൂടെ ആകുമ്പോഴാണ് അത് ശരിയാവും. ശരിക്കും ഒരു അപ്രന്റിസും ഒരു ആശാനും നടന്നു വരികയല്ലേ ശരിക്കും. അത് തന്നെയാണല്ലോ ഇതിലും അങ്ങനെ. പക്ഷെ അത് ഭയങ്കര തിയേറ്ററിക്കലി നമ്മൾ കാണുമ്പോഴും വിഷ്വലി പറഞ്ഞ കോണ്ടെക്സ്റ്റുവലായി നിന്നതുകൊണ്ട് നല്ല മൊമെന്റ് ആയിരുന്നു. എപ്പോഴും തോന്നിയിട്ടുണ്ട് സിനിമ ആളുകൾക്ക് എങ്ങനെയൊക്കെ ഈ സിനിമയുടെ ഒഴുക്ക് പോയാലും ഇതിന്റെ ഗതി എങ്ങനെയാണെങ്കിലും ക്ലൈമാക്സിൽ ഇവരുടെ മറ്റേ കണ്ണ് തള്ളിയാൽ, കണ്ണ് നിറഞ്ഞാൽ ഇവരിൽ ഭയങ്കര ഹൈ ഉണ്ടാക്കുന്നുണ്ട്, ബുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട്. നമ്മൾ ബാലിന് പ്രീ റിലീസ് സംസാരിക്കുമ്പോഴും ക്ലൈമാക്സിനെ പറ്റി സംസാരിച്ചിരുന്നു. പ്രിയൻ സാറ് മുതൽ ചിതു കഥ കേൾക്കുമ്പോഴുള്ള ഹൈനെ പറ്റി, പോസ്റ്റ് റിലീസിലും ക്ലൈമാക്സ് ഒരുപാട് സംസാരിക്കും. എനിക്കത് ചോദിക്കാനുള്ളത്, ഈ സിനിമ എൻറ്റയർ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പല സെറ്റ് പീസുകളായി എടുത്താൽ പോലും ഇതിന് എഞ്ചിനീയറിംഗ് സംഭവിക്കുന്നുണ്ടല്ലോ. ക്ലൈമാക്സ് പോർഷൻ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ഓട്ടത്തിൽ ട്രിഗർ ആവുന്നിടത്ത് എന്തൊക്കെ ഇൻട്രിക്കറ്റിൽ വരണം, എത്ര കാണിക്കണം, എത്ര ഇമോഷൻ വരണം, ഈ ക്ലൈമാക്സിന്റെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ ഈ ഒരു പ്രോസസ്സ് ശരിക്കും എന്താ പറയാ, അതിൽ ബിലീവ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഓടുമ്പോൾ നമ്മൾ ഇത് ഇത്രയും ഫ്ലാഷ് ബാക്സ് പോവും, ഇന്റർകട്ട്സ് പോവും, ആ സമയത്ത് നമ്മുടെ കോറസ് വരും. അതിൽ അത് അങ്ങനത്തെ ആ ഒരു മൊമെന്റിലേക്ക് ബിലീവ് ചെയ്ത് അതിലേക്ക് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പം എന്താ പറയാ, കാരണം അതൊരു ഒരു ഫൈറ്റ് നടക്കുന്ന ക്ലൈമാക്സ് അല്ല. അപ്പൊ അവിടെ ഒരു ഡിസ്കവറി ഉണ്ട്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം കോർത്തെനിക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ്, അങ്ങനത്തെ ഒരു യൂഫോറിയ അങ്ങനെ ആൾക്കാർ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. പിന്നെ മൊമെന്റിൽ ബിലീവ് ചെയ്ത് അതിലേക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഓട്ടം എത്രത്തോളം ഗ്രാൻഡ് ആക്കാം, അല്ലെങ്കിൽ എത്രത്തോളം അതേ സമയത്ത് സറിയലും ആക്കാം. കാരണം കുറച്ചൊരു സറിയൽ സ്പേസിലും കൂടെ ഓടുന്നത്. അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു എഞ്ചിനീയറിംഗ് അതിൽ എന്തായാലും ഉണ്ട്. അപ്പം ആ ക്ലൈമാക്സ് അപ്പൊ ഈ റിവീലിന് ശേഷം റിവീൽ ചെയ്ത് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ നോക്കാം. അവൻ നേരെ അടുത്തൊരൊറ്റ കട്ടിൽ വേണമെങ്കിൽ അവൻ അവിടെ എത്താം. പക്ഷെ ആ ഓട്ടം എന്നുള്ളത് പകുതി എന്നുള്ള ഓട്ടമാണ്. പക്ഷെ എന്തിലേക്കാണ് ഓടുന്നത് എന്നുള്ളതും കൂടെ ഉണ്ട് ചോദ്യം. അപ്പൊ ആ ഓട്ടം ഫ്രം വേർ ടു വേർ എന്നുള്ള ഒരു സാധനം, അപ്പം ഇറ്റ്സ് ഓൾ വൈഡ്സ്. അങ്ങനെ അപ്പൊ വീണ്ടും അവൻ തിരിച്ച് സൊല്യൂഷനിലേക്കാണോ പോകുന്നതെന്നും കൂടെ അങ്ങനെ
അതുകൊണ്ടാണ് ആ ഓട്ടോ അങ്ങനെ ചിത്രീകരിക്കാറുള്ളത്. ചിദംബരം സിനിമകളുടെ ക്ലൈമാക്സിനെ പറ്റി സംസാരിച്ചു കൊള്ളാന്നുണ്ട്. അതിൽ ഉറപ്പായിട്ടും ജാനേമൻ സംസാരിക്കാൻ തോന്നുന്നു. കാരണം ജാനേമനിൽ ഈ പറഞ്ഞ പോലെ 2 വീട്, 2 മരണം, അതിനിടയിൽ ജനനം, എന്നാൽ അതിൽ വേണമെങ്കിൽ ഒരു അസ്വാഭാവികമാണെന്നൊക്കെ പറയാൻ പാകത്തിനുള്ള ഈവൻസ് ആണ്. എന്നാൽ അത് സ്വാഭാവികമാക്കുന്നതാണ് സിനിമയുടെ ഭംഗി. ഈ ജാനേമൻ ക്ലൈമാക്സ് അതിൽ ഈ പറഞ്ഞ ബിലീവ് ചെയ്യുന്നുണ്ടാവാം ഈ മൊമെന്റ്സിലെ, ഒപ്പം പെർഫോമൻസും ഡിപ്പെൻഡന്റ് ആണ്. ഇത്ര ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കണക്ട് ആവുന്നത്. എന്താ ജാനേമൻ ക്ലൈമാക്സിന്? ജാനേമൻ ക്ലൈമാക്സിൽ ഒരു വിധപ്പെട്ട വേണ്ട ചേരുവകളൊക്കെ ഉണ്ട്. കാരണം ഒരു ഗ്രാൻഡ് റിവീൽ ഉണ്ട്, ആ വീടുകൾ തമ്മിലുള്ള കണക്ഷൻ. അത് മൊത്തത്തിൽ ഇപ്പൊ ഇതൊരു പ്രണയ സിനിമ, അപ്പം ജോണർ ഷിഫ്റ്റ് ഉണ്ട്. ലൈക്ക് അത് അവർ തമ്മിലുള്ള ജാനേമൻ എന്നുള്ള വാക്കെന്ത് കൊണ്ടാണ് നമ്മൾ ആ പടത്തിന് ഉപയോഗിച്ചത്. കത്ത് റിവീൽ ചെയ്യുന്നു അങ്ങനെ അപ്പം വാട്ട് ആർ ദേ ഫൈറ്റിംഗ് ഫോർ എന്നുള്ള സാധനം. അപ്പൊ അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 2 വീടുകളും ഒന്നാന്ന്, പിന്നെ ഒരു കെയോസ് ആവുന്നു. അപ്പൊ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ചേരുവകളുള്ള ഒരു ക്ലൈമാക്സ്. അതിനെ ഒരു ആന്റി ക്ലൈമാക്സ് പോലെ നമ്മളെ സൂപ്പർമാൻ വന്ന് ജനറേറ്റർ ചെയ്യുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു അത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഫസ്റ്റ് സിനിമയാണ്. അപ്പൊ നമ്മളത് ഇങ്ങനെയൊക്കെ ചെയ്ത രസം ഉണ്ടാവും പറഞ്ഞ് അപ്പൊ ഇത് പടം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒരു സാധനം കൂടി ഇടാം. അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ ഓഫ് റൈറ്റിംഗ് ആണ്. ജാനേമൻ എവിടെയും തീരാം, എവിടെ അടിപൊട്ടാം. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ അടിപൊട്ടില്ല. അപ്പൊ എപ്പോഴും വേണമെങ്കിലും അവിടെ അത്ര ഹൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു രസമായിട്ട് എഴുതിയൊരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പം ക്ലൈമാക്സിൽ ബേസിൽ ഗണപതി അങ്ങനെ എല്ലാവരും ബാലു അവരെല്ലാവരും ലാലങ്ങൾ എല്ലാവരും കൂടെ നിന്ന് പെർഫോം ചെയ്തുണ്ടാക്കിയ ഒരു പടമാണ്. ഭയങ്കര വേർബലാണ്, ഭയങ്കര ഡയലോഗ് അഗ്രഷൻ നടക്കുന്നുണ്ട്, ഹ്യൂമർ വർക്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കര രസമുള്ള. അപ്പൊ നമ്മുടെ വീടുകൾ ഷിഫ്റ്റ് ആകുമ്പോഴും ജോണർ ഷിഫ്റ്റ് ആണ്. അവിടെ ബർത്ത്ഡേ കുറച്ച് സില്ലിയാണ് കാര്യങ്ങൾ, ഇവിടെ കുറച്ച് മരണം എന്ന് പറയുമ്പോൾ നമ്മളെ 2 ജോണറാണ് അതേപോലെ നീതി പുലർത്തുന്നുണ്ട്. അവിടെ ആകുമ്പോൾ ഭയങ്കര സില്ലി. അപ്പൊ ഇവിടെ വരുമ്പോൾ അപ്പൊ നമ്മളെ കളേഴ്സും അതേപോലെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെള്ളം ഭയങ്കര ഒരു ആ കോൺട്രാസ്റ്റ് ഭയങ്കര തിയേറ്ററിക്കലാണ്. അതെ, ഈ വീട് ഫുൾ നമ്മൾ ഗ്രേ ആൻഡ് ബ്ലൂസിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കോസ്റ്റ്യൂമും ഗ്രേ ആൻഡ് ബ്ലൂസ് ആണ് ഫ്യൂണറൽ വീട്ടിൽ. ഇപ്പുറത്ത് എല്ലാം ഒരു പിങ്ക് ആൻഡ് ഓറഞ്ച് ലൈക്ക് കളേഴ്സ് ഓഫ് വാംത്ത് ആൻഡ് ലൈഫ്, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ഷോട്ട് പോകുമ്പോഴേ ഷോട്ട് മാറുമ്പോഴേ നമുക്കറിയാം സ്പീഡ് മാറി ജോണർ മാറി. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് ജാനേമൻ ചെയ്യുന്നത്. അതുപോലെ മഞ്ജുമലിന്റെ ക്ലൈമാക്സ് ഉറപ്പായിട്ട് ഒരുപാട് തവണ പറഞ്ഞതാണ്. സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓരോ പുതിയ പാട്ട് ട്രെൻഡ് ആകുമ്പോഴും മഞ്ജുമലിന്റെ വിഷ്വൽ ഈ പാട്ട് ഹൈ കയറ്റുന്ന കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ട് ഈ പറഞ്ഞ സുഭാഷ് വരുന്നത്, കൺമണി പ്ലേസ്മെന്റ്, ലൂസ് അടിക്കട, ടൈലൻ പോർഷനിലോട്ട് സുഭാഷിന്റെ അമ്മ വന്നിട്ടുള്ള അത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് എക്സ്റ്റസി എന്നൊക്കെ പറയുന്ന പോലെ അത്ര നേരം സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ഇവര് ടെൻഷൻ ഉണ്ടല്ലോ, കുട്ടനൊരു ക്ലോഷർ കിട്ടണല്ലോ. അതെ, കുട്ടന്റെ ക്ലോഷർ, അതേപോലെ ഗുഹയ്ക്കൊരു ക്ലോഷർ കിട്ടുന്നുണ്ട്. ഗുഹയെ അടയ്ക്കുന്ന സൈലൻസിൽ എന്നിട്ട് എല്ലാവരും ഒഴിഞ്ഞ് ഗുഹ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ തന്നെ എത്ര ആളെന്ന് പറഞ്ഞാൽ അത് ഗുഹയുടെ കൂടെ ഒരു പേ ഓഫ് ആണ്. കാരണം എന്താ പറയാ, ഗുഹയൊന്നും തെറ്റും ചെയ്തിട്ടില്ല. ഗുഹ ജസ്റ്റ് ബീങ് ഗുഹ. ലൈക്ക് അവിടെ ആൾക്കാർ വന്നുപോയി, അവിടെ കുറെ ആൾക്കാർ കോറി വരച്ചിരിക്കുന്നു, വാൻഡലിസം ഉണ്ട്, ലൈക്ക് ഫോർ വാട്ട്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു അതാണ് ആ ലാസ്റ്റ് സീക്വൻസ്. ക്ലൈമാക്സിൽ ആ പുള്ളിനെ കാണാൻ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര അത് ആസ്വദിച്ച് ചെയ്ത്. അത് ലാസ്റ്റ് എന്തുകൊണ്ട് ഡബിൾസ് കിച്ചൺ എന്ന് വിളിക്കുന്നതിനുള്ള ആൾക്കാർക്ക് എത്ര ആൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിൽ ലാസ്റ്റ് ഷോട്ടിൽ അടിയിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നത്, അത് കാറ്റിങ്ങനെ അടിച്ച് മഞ്ഞ് വരുന്നതാണ്. അപ്പം അതാണ് ചെകുത്താനകത്ത് നിന്ന് വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, വെരി വൺ ലെഫ്റ്റ്. അപ്പം അതാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു പൊയറ്റിക് ആയിട്ടുള്ള അതിൽ തോന്നി. ലാസ്റ്റ് മഞ്ജുമൽ ബോയ്സ് എന്നുള്ള ഗ്രാഫിറ്റിയിൽ കാണിക്കുന്നതും അവരിങ്ങനെ കോറി വരച്ചത് കാണിക്കുമ്പോഴും അതിലേക്ക് മഞ്ഞ് കയറി, ലൈക്ക് ഇനിയും എത്രയോ മഞ്ജുമൽ ബോയ്സ് വരാന്നുള്ള ഇത്ര സാധനമാണ്. പ്രിയപ്പെട്ട സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ ഉണ്ടാവില്ല എല്ലാവർക്കും, പല ഭാഷയില്, സ്വന്തം ഭാഷയില്, എല്ലാ തരത്തിലും പല പ്രായത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തതായിരിക്കാം. ഈ പറഞ്ഞ ഗ്രോയിങ് സ്റ്റേജിൽ നമ്മളെ തന്നെ വിഷ്വലൈസ് ചെയ്ത് പ്ലേസ് ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കാം. അത്തരത്തിൽ സിധുവിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഈ മറ്റേ ലെറ്റർ ബോക്സ് വാച്ച് ലിസ്റ്റ് ഒക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരു 5 സിനിമകൾ 4 സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യുന്ന പടങ്ങൾ എന്തായിരിക്കും? പെട്ടെന്ന് മെട്രിക്സ്. കാരണം 90s ഹോളിവുഡ് ഫിലിംസ് ഭയങ്കര അടിപൊളിയാണ്. മൈക്കിൾ ബേയുടെ പടങ്ങളൊക്കെ സ്റ്റൈലൈസ്, അങ്ങനെ കളേഴ്സ്, സ്റ്റൈൽ, സ്കെയിൽ, അങ്ങനത്തെ പരിപാടി, അങ്ങനെ കുറെ പടങ്ങളുണ്ട്. എനിക്ക് സ്റ്റീഫൻ ജോന്റെ പടങ്ങൾ ഇഷ്ടമാണ്. മറ്റേ കുങ്ഫു ഹസൽ, അത് ഭയങ്കര കൊമേഴ്ഷ്യൽ, എല്ലാവരും അങ്ങനത്തെ പടങ്ങൾ. മറ്റേ അങ്ങനത്തെ എന്താ പറയാ ഡീപ്പ് പടങ്ങളല്ല, എല്ലാവരും കണ്ടിട്ടുള്ള പടങ്ങൾ. ചെറുതിലെ മാസ്ക്, എനിക്ക് ജിം ക്യാരിയുടെ മാസ്ക്, അത് ഭയങ്കര ഞാൻ ചെറുപ്പത്തിൽ ഫസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കാണുന്ന പടങ്ങളാണത്. സ്റ്റാർ മൂവീസ്, ടെർമിനേറ്റർ 2, അതും ഭയങ്കര പടമായിരുന്നു.
അന്ന് ഭയങ്കര ഇലക്ട്രിക് ടൈം ആയിരുന്നു. ലൈക്ക് ഭയങ്കര എല്ലാ അടിപൊളി പടങ്ങള്, കോണയർ, മറ്റേത് റോക്ക്, ദ ഹീറ്റ്, മറ്റേ സ്പീഡ്, ഡൈ ഹാർഡ്, ആ ടൈമിലൊക്കെ ഭയങ്കര പടങ്ങളായിരുന്നു. അല്ലെങ്കിൽ എല്ലാം ബാക്ക് ടു ബാക്ക് കില്ല പടങ്ങളായിരുന്നു. അപ്പം ആ സമയത്തുള്ള പടങ്ങളൊക്കെ 90s ഹോളിവുഡ് ഫിലിംസ് ഭയങ്കര രസമാണ്. ലൈക്ക് ആ ഫിലിം മേക്കിങ്ങും അന്നത്തെ സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ഭയങ്കര, ഇപ്പോഴും നമുക്ക് ചെയ്താലത് VFX, അന്നത്തെ സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ എങ്ങനെ ക്യാരി ഭയങ്കര. അതിപ്പോ ജോസ് ആണെങ്കിലും ജുറാസിക് പാർക്ക് പറയുമ്പോൾ ആനിമെട്രോണിക്സിന്റെ ഒക്കെ അന്നേ ഒരു ബെസ്റ്റ് വേർഷൻ ഭയങ്കര സംഭവമായിരുന്നു ആ സമയത്ത് ഹോളിവുഡ്. അത് ടെക്സ്റ്റ് ബുക്കാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലയളവിൽ ബാലനോളം തന്നെ ചിദംബരത്തിന്റെ പേര് ഡിസ്കസ് ചെയ്യപ്പെട്ടതായിരുന്നു മോഹൻലാൽ സിനിമ എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ എന്താ എല്ലാ തരത്തിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ ഉറപ്പായിട്ടും നെടുങ്കണ്ടം മിറാക്കിൾ അനൗൺസ് ചെയ്യപ്പെട്ടു. ദിലീഷ് പോത്തമ്പാടും ഒപ്പം തന്നെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എന്താണ് മോഹൻലാൽ പടത്തെ പറ്റി ഇപ്പോൾ പറയാൻ പറ്റുന്നത്? അങ്ങനെ ഒരു പടം ഉണ്ടോ? അങ്ങനെ ഒരു പടം ഉണ്ടായ ഭയങ്കര അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു പടം അങ്ങനെ സോൾഡ് ആയിട്ട് അങ്ങനെ ചർച്ചകളൊന്നും അങ്ങനെ നടന്നിട്ടില്ല. അങ്ങനെ നടന്ന കൊള്ളാം. ഇടയ്ക്ക് പറയാറായിട്ടില്ല. ഈ പറഞ്ഞ എന്താ സെലിബ്രേറ്റിംഗ് ദ സ്റ്റാർ ഇൻ മോഹൻലാൽ എന്നുള്ള രീതിയിൽ ചിതു പറഞ്ഞ സാധനം ഭയങ്കര. അതെ ഞാൻ ആസ് എൻ ഓഡിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആസ് എ ഫിലിം മേക്കർ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ എന്റെ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെ എന്താ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ? അല്ല, കോൺഫ്ലിക്റ്റ് അല്ല. ഞാൻ ആ ജോണറിലേക്ക് ആ ജോണർ എംബ്രേസ് ചെയ്യാന്നുള്ളതാണ്. അത് എനിക്ക് അതും ഇത്ര സെലിബ്രിറ്റി, അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി. നല്ല പണിയുണ്ട്. അത് എളുപ്പമല്ല, നല്ല പണിയുണ്ട്. അത് നല്ല വെയിലത്തൊക്കെ നിന്ന് അതൊക്കെ ഷൂട്ട് ചെയ്ത ഫൈറ്റ് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല പണിയുള്ള പരിപാടിയാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ അത് ചെയ്യണം. ഞാൻ ആക്ഷൻ ത്രില്ലർ ചെയ്തിട്ടില്ല. എനിക്ക് ആക്ഷൻ ത്രില്ലർ ചെയ്യണം, മാസ് എലമെന്റ്സ് ചെയ്യണം, എല്ലാം ചെയ്യണം. അതിൻ്റെ ഒരു പുതിയ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം, അതിൻ്റെ എപ്പോഴും ആ സ്റ്റാർ ഓറ നമുക്ക് എത്രത്തോളം അത് യൂട്ടിലൈസ് ചെയ്യാന്നൊക്കെ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ്. ഈ അതേ നല്ല പണിയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്കിതൊരു പണിയുണ്ടെന്ന് പറയുന്നത് ഉറപ്പായിരുന്നു. ഞാനൊരു ഫോളോ അപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇത്രയും സിനിമകൾ കണ്ട് നമ്മൾ എല്ലാവരും വളർന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി സ്പെസിഫിക് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷോലെ മുതൽ ഇങ്ങോട്ടേക്കുള്ള മാസ് കമേഴ്ഷ്യൽ സിനിമകളുടെ വലിയൊരു നിരയുണ്ട്. അതിൽ റിപ്ലിക്കേറ്റീവ് സിനിമകളുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആയ സിനിമകളുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ വില്ല ഒരു സീരീസ് അപ്പുറം എടുക്കുന്നു, ഭാഷ ഒരു സീരീസിൽ തന്നെ പല സിനിമകൾ പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ. ചിതുവിന്റെ ഒരു ഫേവറേറ്റ് കമേഴ്ഷ്യൽ സിനിമ എന്നുള്ളത്? കൊമേഴ്ഷ്യൽ പടങ്ങൾ എന്ന് പറയുമ്പോൾ ചോട്ടാ മുംബൈ നമുക്ക് എപ്പോ വേണമെങ്കിൽ ചുമ്മാ ഇരുന്ന് കാണാം. ഭയങ്കര നല്ല പടമല്ലേ അത്. പഞ്ചാബി ഹൗസ് എപ്പോഴെങ്കിലും അങ്ങനത്തെ പുലിവാൽക്കാണ്ട് അങ്ങനത്തെ ഓരോ ആ പടങ്ങൾ മാറ്റി നിർത്താം. അത് അല്ലാണ്ട് ഇപ്പം മാസ് ഇത് എന്നൊക്കെ പറയുമ്പം ഇപ്പൊ ലേലം വേണമെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിൽ ചുമ്മാ കണ്ടോണ്ടിരിക്കാം. കൊച്ചി MG സോമൻ അവരൊക്കെ അങ്ങനത്തെ ഭയങ്കര ഹെവി ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പം ആറാം തമ്പുരാൻ വേണമെങ്കിൽ. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ നമുക്ക് എപ്പോ വേണമെങ്കിലും വെറുതെ പത്രം, ന്യൂഡൽഹി, അതെ, പിന്നെ അങ്ങനെ കുറെ പടങ്ങളുണ്ടല്ലോ. അതൊക്കെ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ അതിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അത് സ്റ്റിൽ ഇറ്റ് മേക്സ്. നരസിംഹം വേണമെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് അത് വെറുതെ ഇരുന്നപ്പോ വെറുതെ ആരോ നരസിംഹം വെറുതെ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. കണ്ടു തുടങ്ങിയ പിന്നെ ഓരോ ക്യാരക്ടർ വരുന്നു, മറ്റൊരാൾ വരുന്നു, അങ്ങനത്തെ കുറെ. 90s കമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലെങ്തി ആണ് സിനിമകൾ, ഡയലോഗ്സ്, എല്ലാവരും ഹെവി ക്യാരക്ടേഴ്സ്, ഭയങ്കര. അതൊരു ഓവർ ദ ടോപ്പ് ആണെങ്കിൽ കൂടി നമുക്കത് ബിലീവബിൾ ആണല്ലോ. ഇവിടെ തന്നെയുള്ള ആൾക്കാർ അങ്ങനത്തെ പടങ്ങളതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബാക്ക് സ്റ്റോറി ഉണ്ടോ. അല്ലെങ്കിൽ ബോംബെയിൽ ഇത് മറ്റേത്, അല്ലെങ്കിൽ വിക്ടോറിയ കോളേജില്. കാരണം ഇതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബോംബെ, ഇംഗ്ലണ്ടില്, പാരീസ് എന്നൊക്കെ പറഞ്ഞ് പറയും. എല്ലാവർക്കും എല്ലാം ഇവിടെ. അതായത് ഭയങ്കര ബ്രില്യന്റ് ആക്ടേഴ്സ്, നല്ല റെൻഡറിംഗ് ആൾക്കാർ. എപ്പോഴും ഈ ചിദംബരം സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മ്യൂസിക്കിന്റെ പ്ലേസ്മെന്റ് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഇത് പുറത്ത് നിന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഈവൻ ഇപ്പൊ മിഴിയോരമാണെങ്കിലും കൺമണി ആണെങ്കിൽ പോലും അതിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഹോമേജ് കൊടുക്കുന്ന പോലെ ഇതിൽ ക്യാരക്ടറിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ ലോക്കായി നിൽക്കുക. സൗണ്ട് മ്യൂസിക് എന്നുള്ളത് ഭയങ്കര രസമായി തോന്നിയിട്ടുണ്ട്. ശരിക്കും മ്യൂസിക് ചിതുവിന്റെ ലൈഫില് അത്രയും പ്രിയപ്പെട്ട ഒരു എലമെന്റ് ആണോ? ഉറപ്പായിട്ടും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണോ? മ്യൂസിക് അങ്ങനെ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. എനിക്ക് ഐ തിങ്ക് ഐ ഹാവ് ഗുഡ് മ്യൂസിക് ടേസ്റ്റ്. ഞാൻ മ്യൂസിക് കേൾക്കും, ഞാൻ എഴുതുമ്പോൾ മ്യൂസിക് കേൾക്കും. ഇങ്ങനെ അപ്പൊ അങ്ങനെ കൃത്യം പാട്ടുകളിൽ ഭയങ്കര. അപ്പൊ നമ്മളിപ്പോ ലൈക്ക് ഒരു ഒത്തുചേർന്ന് ആരാണ് പ്ലേ ചെയ്യുന്നത്, ഏതാ പാട്ട്, ഞാൻ പ്ലേ ചെയ്യട്ടെ. കോമ്പറ്റീഷൻ ഓഫ് ലൈക്ക് വിത്തിൻ ഫ്രണ്ട്സ്, ലൈക്ക് ഹു ഹാസ് എ ബെറ്റർ പ്ലേലിസ്റ്റ് ആൻഡ് വി ഷെയർ പ്ലേലിസ്റ്റ്, അങ്ങനെയൊക്കെ.
സോ ഐ ഡോണ്ട് നോ, പാട്ട് എന്താണ്, പിന്നെ സൗണ്ട് സ്കേപ്പ് എനിക്ക് അത് എൻ്റെ സൗണ്ട് ഡിസൈൻ ഷിജിനും അഭിഷേകും അവരും മഞ്ഞുമല്ലും അവരും ഭയങ്കര നേടിയാണ് അബൌട്ട് സൗണ്ട്സ്. ലൈക്ക് അവർ അതിങ്ങനെ അവിടെ ചെയ്താലോ അങ്ങനെയൊക്കെ ചെയ്താലോ. അപ്പം ഞാൻ സൗണ്ട് ഡിസൈൻ അവരെ കേൾക്കാം, അവർ ചെയ്തിട്ട് കേൾക്കാൻ മുമ്പ് എനിക്കൊന്നും പറയാനില്ല, ഞാൻ വെറുതെ കേൾക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞു പണി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അതിലൊന്നും ചിലപ്പോൾ എനിക്ക് അവിടെ 2 പശുവിനെ കുറയ്ക്കുക അല്ലെങ്കിൽ അവിടെ ഒരു കോഴീനെ വയ്ക്കുക, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അല്ലാണ്ട് അവർ ദേ ആർ വെരി ട്രിപ്പി ഓൺ സൗണ്ട്സ്. ലൈക്ക് അപ്പോൾ ഇങ്ങനെ സൗണ്ട്, അപ്പോൾ അവരും സുഷിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഭയങ്കര ഭയങ്കര റാപ്പാണ് സുഷിനും ഷിജിനും തമ്മിൽ. അപ്പോൾ അവരുടെയും ആ മിക്സും ഫൈനൽ എല്ലാം കൂടെ വരുമ്പോൾ ആ സൗണ്ട് സ്കേപ്പ് തിരിഞ്ഞു നോക്കേണ്ടി വരേണ്ട ആവശ്യമില്ല. സുഷിൻ്റെതായാലും സുഷിൻ്റെ എനിക്ക് തോന്നുന്നു സുഷിൻ ഈ സ്കോറിങ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ലൈക്ക് അത് കഥേനെയും ഇമോഷൻ അറിയുക, 2 സീനുകൾ കണക്ട് ചെയ്യാൻ ഒരേ സ്കോർ വെച്ച് പറ്റും, അതിൻ്റെ ഒരേ ഇമോഷൻ ഈ സീനിൽ കയറി. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ടെക്നിക്കലായിട്ടുള്ള അത് ബൈ എക്സ്പീരിയൻസ് വരുന്നതും ഒരു പാട്ടുണ്ടാക്കുന്ന പോലെ അല്ല. സ്കോർ ഭയങ്കര ഫിലിം മേക്കറിന്റെ പോലെ ഫിലിം മേക്കർ മൈൻഡ് സെറ്റ് വേണം. ഫ്ലോ കട്ട് ചെയ്യാൻ ഫിലിം മേക്കർ മൈൻഡ് സെറ്റ് വേണം കഥ പറയാൻ വേണ്ടി. അപ്പം എന്തോ അത് സോഷ്യൽ നാസ്റ്റാറ്റ്സ് അങ്ങനെയൊക്കെ എല്ലാം കൂടെ വന്ന് ഒത്തു വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ്. ഈ നമ്മൾ ജാനേമന്റെ സമയത്ത് സംസാരിക്കുമ്പോൾ ചിതു പറഞ്ഞ ഭയങ്കര രസമുള്ള സാധനം ഉണ്ടായിരുന്നു. ഒരു സിനിമ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, പല ജോൺറെ പലതരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളത്. 3 സിനിമകളുടെ ചെറുപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് ആസ് എ മേക്കർ പേഴ്സണലി അച്ചീവ്മെന്റ് അത് തന്നെ ആയിരിക്കില്ലേ? 3 വ്യത്യസ്ത സിനിമകള്, അതിനും 3നും കിട്ടുന്ന അപ്രിസിയേഷനും ഒരു ഭാഗമാണല്ലോ. അതെ 3ഉം അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ശ്രമിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് ജോൺസ് റിപ്പീറ്റ്, കാരണം ഇതേ ജോണിൽ വേറെ നല്ലൊരു കഥ വരുമ്പോൾ നമുക്ക് ജോൺ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ജോൺ റിപ്പീറ്റ് ചെയ്യാറില്ല, കഥകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കില്ല. ഇപ്പോൾ ഇതേ ഒരു അമ്മയും മോൻ്റെയും കഥ എനിക്ക് വീണ്ടും വേറൊരു, ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറെ അമ്മയുടെ മോൻ്റെയും കഥ എനിക്ക് വേറൊരു ആളെനിക്ക് തന്നെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു അമ്മ പോലെ ചെയ്ത് ഇപ്പം എൻ്റെ കളിച്ചത്, പക്ഷെ അതും കുറച്ച് കാലം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഇതേപോലെ ക്രൈം അല്ല, വേറൊരു സാധനമാണ്. അപ്പം എന്താ പറയുക, അതേപോലെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ കുറച്ച് കഥകളല്ലേ ഉള്ളൂ ലോകത്ത്. ഈ ബാലൻ ചെയ്യുന്ന സമയത്തേക്ക് അതിൽ ഭയങ്കര രസമുള്ള കാര്യം തോന്നിയത് പോസ്റ്റ് മഞ്ഞുമൽ വരുന്ന സിനിമയാണ്. ബാലന്റെ ടോട്ടൽ ഇതിൽ ഈ പറഞ്ഞ സോക്കോൾ കമേഴ്ഷ്യൽ ഫോർമാറ്റ് നിൽക്കുന്ന സിനിമയല്ല. അവിടെയാണ് ബാലം വരുന്നതും, എന്നാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ FDFS മുതലുള്ള ആളുകളുടെ പോസിറ്റീവ് റെസ്പോൺസ് കയറി വരുന്നത്. അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നോ ശരിക്കും? തീർച്ചയായും റിസ്ക് ഫാക്ടർ ഉണ്ട്. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധാനം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങനെ അതൊക്കെ നമ്മൾ എഴുതും, എല്ലാ പോസ്റ്ററിലും മഞ്ഞുമൽ ജാനേമൻ എന്നൊക്കെ എഴുതും. പക്ഷെ ആക്ച്വലി ഇത് ഭൂരിപക്ഷ ആൾക്കാർക്കും സിനിമ വർക്കായിട്ട് കയറും. അല്ലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനത്തെ ഒരു പടം ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വരുന്നത് സിനിഫൈൽസ് ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര ചെറിയ ശതമാനം. ബാക്കി ആൾക്കാർ കൊണ്ടുവരാൻ നല്ല പടം തന്നെ ആയിരിക്കണമെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി തന്നെ വേണം. പിന്നെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മഞ്ഞുമലല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ മഞ്ഞുമല ഉണ്ടാക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ഈ മഞ്ഞുമലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ടല്ല ഉണ്ടാക്കുക നമ്മൾ പടം. ജനുവലി ആ പടം ഉണ്ടാക്കുക, നമുക്ക് ഇതിനൊരു സെറ്റ്, പടം എന്തായാലും പ്രോഫിറ്റബിൾ ആവണം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പൊ ആ ലക്ഷ്യത്തോടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഇത്ര ഒരു അടിക്കണം അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. റിസ്ക് ആണ് ബാലൻ, എന്തായാലും റിസ്ക് ആണ്. പക്ഷെ മഞ്ഞുമലിന്റെ ബാനർ ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇനീഷ്യലി കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ബാക്കി പടം തന്നെയാണ് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് തിയേറ്ററിൽ. ഈ സിനിമകൾ എപ്പോഴും ഹുക്കാവുന്നതിന് ഓപ്പണിംഗ് സീക്വൻസ് ഭയങ്കര പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും ബാലൻ കണ്ടു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ക്രയോൺസ് കൊണ്ടുള്ള വരകള്, വോയിസ് ഓവറിൽ പോകുന്ന കഥ പറച്ചില്, ഇതെങ്ങനെ വേണമെങ്കിലും സിനിമ തുടങ്ങാമല്ലോ. ഈ ഓൾറെഡി ജയിൽ ഒരു പശ്ചാത്തലമായിട്ടുണ്ട്, ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഈ കുട്ടിയുടെ POVയും അമ്മയുടെ ശബ്ദവും, ഈ ആ കോംബോയില് ഇത് ഓപ്പൺ ചെയ്യുന്നത് എനിക്ക് തോന്നി അവിടെ ആളുകൾ ലോക്കാണ്. കാരണം ഈ ഇമേജുകളോടെയാണ് ആളുകൾ കണ്ടു തുടങ്ങുന്നത്, വേറെ വിഷ്വൽ ഇമേജിലല്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട്. അത് ആക്ച്വലി ടെക്നിക്കലി കുറച്ച് ഹാർഡാണ് ആ ഷോട്ട്. കാരണം അത് നമ്മൾ ജയിൽ സെല്ലിനകത്ത് തന്നെ ഷൂട്ട് ചെയ്തത്. ഭയങ്കര വീതി കുറഞ്ഞ സെല്ല. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഭയങ്കര അടുത്ത് പോകണമെങ്കിൽ സൂം ലെൻസ് വിടണം. അപ്പം അതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് ഇഷ്യൂ ഉണ്ട്. പ്ലസ് ഇതിനിങ്ങനെ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്തിട്ട് നേരെ ക്ലോസിലേക്കാണ് വരുന്നത് പയ്യൻ്റെ. അത് ഒരേ ഷോട്ടാണ്, അതിൽ കട്ടില്ല. അപ്പം ഈ ഫുൾ കഥ ട്രാക്ക് ചെയ്യണം. അത് എന്താ പറയുക, ഓപ്പറേറ്റിംഗ് കുറച്ച് പണിയുള്ള സാധനം. അപ്പം ആ ഷോട്ടിന് അതാണ് എനിക്ക് ആ ഒരു കഥയിൽ നിന്ന് നേരെ പയ്യൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ പയ്യനെ ബാലനെ കാണിക്കുകയാണ് നമ്മൾ. പക്ഷെ ആ ഈ കഥ അവൻ്റെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യണം അവർ. കാരണം ഇതാണോ അവരുടെ ശ്രീക്കുള്ള കഥ അറിയില്ല. ഇതേ കഥയാണ് ചായക്കടയിൽ പറയുന്നത്, അപ്പനെ ആന ചവിട്ടിക്കൊന്നു. ആ കഥ അവർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ അവരുടെ പഠനത്തിൽ തന്നെ ലൈക്ക് ആക്ച്വലി വി ആർ സ്റ്റാർട്ടിങ് വെരി മിഡിൽ ഇൻ ടു ദ ലൈക്ക് റൈറ്റ് ഇൻ ടു ദ സ്റ്റോറി. ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഓപ്പണിംഗ് ആണ്. ഈ എപ്പോഴും
അമ്മ എന്നുള്ള ഈ പറഞ്ഞ പദത്തിന് പല ഡെഫിനിഷൻ മലയാള സിനിമയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഈ പറഞ്ഞ സർവം സഹയാണ്, അമ്മയാണ്, എല്ലാം കൺട്രോൾ, സ്നേഹം, വാത്സല്യം. അവിടെയാണ് ബാലന്റെ അമ്മ വരുന്നത്. കൈൻഡ് ഓഫ് ടോക്സിക് ആണ്. അവരുടേതായിട്ടുള്ള ഒരു വേൾഡിൽ ഉറപ്പായിട്ടും വേലിക്കെട്ടിനുള്ളിൽ തന്നെയാണ് ബാലൻ നിൽക്കുന്നത്. ഈ അമ്മ ആംഗിളില് ഇങ്ങനൊരു റീഡിങ്, അതിന് ഈ പറഞ്ഞൊരു പുതിയൊരു സാധനം ഇട്ട് കൊടുക്കാം. ഈ മലയാളം ടെംപ്ലേറ്റ് അമ്മയ്ക്കൊരു ബ്രേക്ക്, അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. കഥ ഇങ്ങനെയാണ്. പിന്നെ അവര് എന്താ പറയാ, ഷീ കംസ് ഔട്ട് ഓഫ് പ്രിസൺ. അതിപ്പം അമ്മയായാലും അച്ഛനായാലും ആണായാലും പെണ്ണായാലും പ്രിസണിൽ ഇറങ്ങിയതാണ് ആഫ്റ്റർ എ ക്രൈം. അവർക്ക് അവരുടെ സൈക്കോളജിക്കലി അവർക്ക് അവരുടെ ചിന്താഗതി, അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും, പാരനോയ ഉണ്ടാവും. അപ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഈ കഥയിലെ അമ്മേനെ വെച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഷീ ഫെൽ ഇൻ ലവ് വിത്ത് സമ്മൺ. അവർ പറയുന്ന കഥ ശരിയാണെങ്കിൽ, അവരമ്മൂമ്മയോട് പറയുന്ന കഥ അത് നമുക്കറിയില്ല. അപ്പോൾ അത് ശരിയാണെങ്കിൽ അവർ പറയുന്നത് അവർ ഷീ ഫെൽ ഇൻ ലവ് വിത്ത് സമ്മൺ, അതിനൊരു കുട്ടി ഉണ്ടായി, അയാളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ അയാളെ കൊല്ലേണ്ടി വരുന്നു, ദെൻ കുട്ടിക്ക് തടവറയിൽ വെച്ച് കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് ഈ ട്രസ്റ്റാണ്, ആരും വിശ്വസിച്ചതാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി. പിന്നെ ജയിലിനകത്ത് സർവൈവ് ചെയ്യലും ഈസിയല്ല. അവിടെയും ഭയങ്കര എല്ലാ ദിവസവും ഒരു സർവൈവലാണ്. ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയൊക്കെ ട്രസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു പാരനോയ ഫുൾ ടൈം ആയിട്ട് ഡെവലപ്പ് ആവും. ജയിലിനകത്ത് പ്രശ്നങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രശ്നമാണല്ലോ. അപ്പം അതൊക്കെ സഹിച്ചവർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ, അപ്പോൾ അവർക്ക് അറ്റൻഷൻ വേണ്ടി വരാം, അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. പക്ഷേ അതൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ഇറങ്ങുകയാണ് സൊസൈറ്റിയിലേക്ക് വീണ്ടും. അവരും ഓടുവാണല്ലോ, അതെ അതെ. അതിലേക്ക് ബാക്കിൽ അവരെ പിമ്പ് ചെയ്യാൻ വേണ്ടി ഷംനാഥ പുറകെ വരുന്നു. അപ്പം ഷംനാഥൊക്കെയാണ് ഇവരുടെ ശരിക്കുള്ള ഐഡന്റിറ്റി അറിയുന്നത്. കാരണം ജയിലിനകത്ത് ഒറിജിനൽ ഐഡന്റിറ്റി ആണ്. അപ്പൊ അവര് ഒരു ത്രെട്ടാണ്, ത്രെട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ അപ്പൊ അവര് അത് അവരുടെ ഒരു വേറെ ലോകമാണ്. നമുക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവർ ആ ലോകത്തിൽ അത് ടോക്സിക് ആണില്ല എന്ന് പറയാൻ പറ്റില്ല. ദേർ ഓൺ റീസൺസ്. അത് വേറെ ലോകം, അതും സൊസൈറ്റിയുടെ ഫ്രിഞ്ചസിൽ താമസിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ പത്രത്തിൽ വായിക്കുന്ന ആൾക്കാരാണ് അവര്. അപ്പം നമ്മൾ അവരുടെ കൂടെയല്ല, നമ്മളവരുടെ കൂടെ നമുക്കറിയില്ല. നമ്മൾ പത്രത്തിൽ വായിക്കും, നമ്മൾ എല്ലാ ദിവസം പത്രം നോക്കുമ്പോൾ ഇവിടെ ആൾമാറാട്ടം, അവിടെ വിവാദട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇടയ്ക്ക് ഞാൻ ഇതിപ്പോ പടം നടന്നുകൊണ്ടിരിക്കുമ്പോ കണ്ടത് ഒരു മലപ്പുറത്തൊരു സ്ത്രീ 12 വിവാഹ തട്ടിപ്പ് ചെയ്ത്. കാരണം അതൊക്കെ വേറെ രീതിയിൽ, അതാണ് നമുക്ക് അറിയാത്ത ലോകമാണ്. നമ്മള് സേഫ് സോണിൽ ഇരുന്നിട്ട് നമ്മളത് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഈ പടം ആസ്വദിക്കാൻ പറ്റുന്നത്. ഫിയർ വൺ ഓഫ് ദ ഈ പടം നമുക്ക് പറ്റില്ല, നമ്മള് പടം കഴിഞ്ഞ നേരെ വീട്ടിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടിലാണ് എല്ലാം സേഫാണ്. നമുക്ക് ഐഡന്റിറ്റി ഉണ്ട്, പണിയുണ്ട്, രാവിലെ നാളെ എന്തെങ്കിലത്തേക്കും ലുക്ക് ഫോർവേഡ് സംതിങ് ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ പടം ആസ്വദിക്കാം, അങ്ങനെ തിരിച്ചു വരാം. ഈ ഓപ്പണിംഗ് സീക്വൻസ് ചോദിച്ചതുകൊണ്ട് അതിൽ ക്യൂരിയസ് ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇതിന്റെ ഒരു ഫേവറേറ്റ് ഓപ്പണിംഗ് സീക്വൻസ് ഇൻ സിനിമ? അതിങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ എപ്പോഴും. അപ്പോക്കലിപ്റ്റോന്റെ ഓപ്പണിംഗ് ഉണ്ട്, ഓർമ്മയുണ്ട്. അതൊന്നുമില്ല, അത് സാധാരണ ഭയങ്കര അത് ഒന്നുമില്ല. അതൊരു കാട്ടിലേക്ക് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചാർജ്. അപ്പൊ അതിലൊരു പൂമ്പാറ്റ ഇങ്ങനെ വരും. അപ്പൊ നമ്മളെ പൂമ്പാറ്റ നോക്കിക്കുമ്പോൾ പെട്ടെന്ന് പന്നി കയറി വന്നു. അതൊരു ജംപ് സ്കെയർ പോലത്തെ ഒരു സാധനമാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോ വന്നത്. അല്ലാണ്ട് ലോറൻസ് ഓഫ് അറേബ്യയുടെ ഓപ്പണിംഗ്, ഡേവിഡ് ലീന്റെ. അപ്പൊ അതിൽ ആ ബൈക്കില് അയാള് ആ കാലത്ത് ആ ഷൂട്ടാണ്, അത്രയും വലിയ ക്യാമറ, ആ ബൈക്കിന്റെ ഹൈ സ്പീഡിൽ അയാൾ ക്രാഷ് ചെയ്ത്, ആ ക്രാഷാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതൊന്നുമല്ല. പിന്നെ എന്നിട്ട് അയാളുടെ ഫ്യൂണറൽ, അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഇയാളെ പറ്റി വേറെ ആൾക്കാർ പറഞ്ഞിട്ടാണ്. അപ്പൊ ബൈക്കിന്റെ ആ ഫസ്റ്റ് വിഷ്വൽസും അതിന്റെ സൗണ്ട് ഡിസൈനും ഭയങ്കര രസമാണ്. അത് ആ കാലത്ത് ഷൂട്ട് ചെയ്തത്. പിന്നെ ഡേവിഡ് ലീൻ അറിയാലോ, അത് ചെറിയൊരു ബൈക്ക് ക്രാഷ് ആണെങ്കിലും ഒരു ഗ്രാൻഡും സ്കെയിലും അത് മാച്ച് ചെയ്യാൻ പറ്റില്ല. വേറെ നല്ല ഓപ്പണിംഗ് ഉണ്ട് ഡാനിയില്. ഞാൻ മമ്മൂട്ടി, അറിയാലോ ഡാനിയാ വേണം. അത് ഭയങ്കര അടിപൊളി ഓപ്പണിംഗ് ആണ്. മമ്മൂട്ടി അറിയാലോ, പടം തുടങ്ങുന്നത്. ഈ ഓപ്പണിംഗ് പറഞ്ഞുകൊണ്ട് അതിൽ കണ്ടിന്യൂ ചോദിക്കുകയാണ്, ഈ ലോങ് ജേർണിയിൽ സിനിമയായിട്ടുള്ള വർഷങ്ങളായിട്ട് സിനിമയുടെ ഒപ്പം തന്നെയുള്ളൊരു ജേർണി ഉണ്ട്. ക്രിയേറ്റീവ് പാർട്ടിൽ നിൽക്കുന്നുണ്ട്, മേക്കർ ആവുന്നു, സിനിമാറ്റോഗ്രഫിയുടെ ഒപ്പമുള്ള ജേർണി. ഇതിനൊക്കെ മുന്നേ ഇപ്പോൾ അച്ഛൻ സിനിമയായിട്ട് കണക്റ്റഡ് ആണെന്ന് അറിയാമെങ്കിലും ചിദംബരം എന്ന കുട്ടിക്ക്, യുവാവിന്, വ്യക്തിക്ക് സിനിമ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? ഓക്കെ, ഇത് ചൂസ് ചെയ്യണം എന്നുള്ള തോന്നലായിരിക്കാം. ഇതിലാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത്, പ്രൈമറി ഫോക്കസ് സിനിമയാണ്, ഈ സിനിമ പാരഡൈസ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? അത് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ അങ്ങനെ ഇല്ല. ഇറ്റ് വാസ് കോളേജിൽ പോയി ട്രൈ ചെയ്ത് കോളേജിൽ പോകാൻ, അത് നടന്നില്ല. അപ്പോൾ ഫസ്റ്റ് സെം തന്നെ തീരുമാനം അറ്റൻഡൻസ് കുറവുണ്ട്. പിന്നെ ഞാൻ ജയരാജ് സാർ എന്നെ വിളിക്കുകയാണ്, നമുക്ക് ഞാൻ ജയരാജ് സാറിനെ കുറേ മീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റൻ്റായിട്ട് പോകാം. അത് അന്ന് സിനിമയുടെ അപ്പം എന്തെങ്കിലും അസിസ്റ്റൻ്റ് ഡയറക്ടർ കൗതുകമുള്ള ഒരു ജോലിയാണല്ലോ, കുറച്ച് എന്താ പറയുക ഭയങ്കര. പിന്നെ പകർന്നാട്ടമാണ്
അങ്ങനെ പതുക്കെ അത് വർക്ക് ചെയ്തുകൊണ്ട് ജനറേറ്റ് ജയര സാറ് ചെയ്യുന്നത് കാണുന്നത്. ജയര സാർ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അത് പുള്ളിക്കാരനെ എങ്ങനെ ഭയങ്കര മിനിമൽ റിസോഴ്സ് വെച്ച് എങ്ങനെ എവിടെ നിന്നും സിനിമ ഉണ്ടാക്കാം, അത് ഭയങ്കര അതിലൊരു കഥ കണ്ടെത്താനും അതിലൊരു സിനിമ കണ്ടെത്താനൊക്കെ ഭയങ്കര ഒബ്സർവേഷനുള്ള ആളാണ്. അപ്പം പുള്ളിക്കാരൻ ഒരു ജോണറിൽ ഒന്നും ഒരു വിഷയമേ അല്ല, എല്ലാം പുള്ളിക്കാരൻ്റെ ജോണറാണ്. അത് ഭയങ്കര അടിപൊളിയാണ്. ആ വെർസറ്റാലിറ്റി ഭയങ്കരമാണ്. അപ്പോൾ അത് തന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അപ്പം നമുക്ക് ഇപ്പോൾ എങ്ങനെയും ചെറിയ രീതിയിൽ സിനിമ, അത് ഭയങ്കര ഒരു തുടക്കം, ഭയങ്കര ഒരു സ്കൂളായിരുന്നു. അപ്പം അങ്ങനെയാണ് കൗതുകം. അത് കഴിഞ്ഞ് എന്തൊക്കെയാ നമ്മൾ ആ പടം കഴിഞ്ഞ ഫസ്റ്റ് പടം അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഏതൊരു ചെറിയ കടയുടെ പരസ്യമൊക്കെ പിടിച്ച് ഫ്ലോപ്പായിരുന്നു. പുറത്ത് കണ്ട അയ്യോ എന്ത് കടയായിരുന്നു, ഒരു ടൈൽസ് കട. പക്ഷെ ചേട്ടൻ എനിക്ക് ആ പരസ്യം തന്നു. ഒരു പടത്തിൽ അസിസ്റ്റന്റ് ജയരാജ് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് നാട്ടിലാണല്ലോ ഇപ്പൊ കണ്ടു. അതൊരു അത്ര നല്ല പരസ്യമായിരുന്നില്ല. ഒബിയസ്ലി നമുക്ക് അറിഞ്ഞുകൂടെ പറ്റില്ല. നമ്മൾ വി തോട്ട് വി ന്യൂ. പരസ്യമെല്ലാം കഴിഞ്ഞ് ആ കയ്യിൽ നിന്ന് ഒരു 5,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവിടുത്തെ കഴിച്ചില്ല. അങ്ങനെ പതുക്കെ ചെയ്ത് ട്രയൽ ആൻഡ് എറർ പിന്നെ അങ്ങനെയൊക്കെയാണ് വന്നത്. അല്ലാണ്ട് ഒരു സ്പെസിഫിക് മൊമെന്റിലല്ല. കാരണം ചെറുതിൽ നമ്മൾ കുറെ സിനിമ ഉണ്ടാവും. പിന്നെ അച്ഛൻ പണിയെടുക്കുന്നുണ്ട്, അച്ഛൻ പണിയെടുത്ത് തിരിച്ചു വരുന്നുണ്ട്. അച്ഛൻ പണ്ട് ഡോക്യുമെന്ററി റഷ് വീട്ടിലിരുന്നാ കാണാം. അപ്പം DV ടേപ്പും മറ്റേ ടിവിയും കൊണ്ടുവന്നു. അത് വീട്ടിൽ TV ഇല്ല, സ്റ്റുഡിയോന്ന് TV വന്നു, വലിയ TV കൊണ്ടുവന്ന് അതിൽ നിന്ന് ഇങ്ങനെ റഷസ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ അത് കണ്ടിട്ടുണ്ട്. ചിത്രാഞ്ജലി പോവായിരുന്നു. അപ്പൊ അച്ഛൻ ഫസ്റ്റ് കാണുന്ന സിനിമക്കാരൻ അച്ഛൻ തന്നെയാണ് ഫസ്റ്റ് ആദ്യം പറയാം. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകരുടെ കൂട്ടത്തിൽ ചിദംബരത്തിന്റെ പേര് കൂടെ വരുന്നുണ്ട്. ആളുകൾ റിപ്പീറ്റഡ്ലി സംസാരിക്കുന്നുണ്ട്. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഒരു ചിദംബരം സിനിമ ഉണ്ടെങ്കിൽ അവിടെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ 2026 ഒരു പകുതി കഴിഞ്ഞു, ഒരു ഹാഫ് ഇയർ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആ ഹാഫ് ഇയർ വരെ വന്ന സിനിമകളിൽ ബാലൻ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ചിദംബരത്തിൻ്റെ ഒരു പേഴ്സണൽ ടേക്ക്, ഈ പറഞ്ഞ ഇത്രയും സിനിമകൾ ഇവിടെ റിലീസ് ആവുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്. അതിൽ ഈ ഒരു അരവർഷം, ഈ 6 മാസത്തിൽ ഇഷ്ടപ്പെട്ട സിനിമ പറയണമെന്ന് ഞാൻ പറയുന്നില്ല, മലയാള സിനിമയുടെ ഈ പറഞ്ഞ ജേണിയെ പറ്റിയുള്ളൊരു ഒബ്സർവേഷനാണ്. കാരണം ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോസ്റ്റ് കോവിഡിലെ ഈ പേസ് മാറ്റിയിട്ടുള്ള ഗിയർ മാറ്റിയിട്ടുള്ള മലയാള സിനിമ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ മഞ്ഞുമ്മൽ അടക്കം ഉണ്ടാക്കിയ സെൻസേഷൻ വേണ്ടി ഡിസ്കസ് ചെയ്യുന്നതാണ്. 2026 പകുതിയിലെത്തി നിൽക്കുമ്പോൾ ചിദംബരം ആസ് എ മേക്കർ, ഫിലിം സ്റ്റുഡൻറ്, സിനിഫൈൽ, എങ്ങനെയാണ് മലയാള സിനിമയുടെ ഒരു ജേർണി കാണുന്നത്? അല്ല, ഈ വർഷം ഭയങ്കര നല്ല വർഷമാണ്. കാരണം there are a lot of films come out and like yet to come out also. ആക്ച്വലി ഭയങ്കര നമ്മൾ ബാലൻ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു കറക്റ്റ് ഗ്യാപ്പ് വരെ നോക്കണം. അപ്പോൾ ഇത് എവിടെ റിലീസ് ചെയ്ത് എല്ലാം ഫുൾ പടമാണല്ലോ. കാരണം കാരണം എല്ലാം വലിയ സിനിമകളാണ്. അപ്പോൾ നോബഡി വരുന്നുണ്ട്, ബത്ലഹേം കുടുംബ യൂണിറ്റ്, സോ എല്ലാം വരുന്നുണ്ട് എല്ലാ പ്ലേറ്റിലും. അപ്പം സോ ഇതുവരെയുള്ള എനിക്ക് മോളിവുഡ് ടൈംസ് വന്നു. സോ ഐ തിങ്ക് എന്താ പറയുക, നല്ല ഒരു ബൊഫെ പോലെയാണ്. ലൈക്ക് വി ഹാവ് എവറി കൈൻഡ് ഓഫ് ലൈക്ക്, അപ്പം ഐ ആം വെരി ഹാപ്പി. വെർസറ്റാലിറ്റി ഉണ്ട്. rather than 10 action films or 10 horror films coming out, അല്ലെങ്കിൽ ഒരു സാധനത്തിലുള്ള ഒരു 10-12 coming out, which happens sadly in other industries. We have ഭയങ്കര ഡിഫറെന്റ് വെറൈറ്റി അങ്ങനത്തെ. അപ്പം ബാക്കി എല്ലായിടത്തും നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഒരു റൂറൽ ഡോണിന്റെ കഥ ഹിറ്റ് ആവുകയാണെങ്കിൽ ലൈക്ക് പിന്നെ കുറച്ചു കാലം അതായിരിക്കാം മൊത്തം ഇൻഡസ്ട്രി. അതാണ് പരിപാടി, അതാണ് പാൻ ഇന്ത്യ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വാട്ട് ഈസ് പാൻ ഇന്ത്യ എന്നുള്ളത് വേറെ ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ, പക്ഷെ ഫോർ us I am very happy that we are making very very versatile different kind of films. ഈ ഓഡിയൻസ് റെക്കഗ്നിഷൻ, വാലിഡേഷൻ എന്നുള്ളത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ക്രേവ് ചെയ്യുന്ന മൊമെന്റ് അതാണല്ലോ. നമ്മൾ ഒരു പീസ് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്യപ്പെടാം, റെക്കഗ്നൈസ് ചെയ്യപ്പെടാം എന്നുള്ളത്. ആഫ്റ്റർ ജാനേമനുള്ള ചിദംബരം, ആഫ്റ്റർ മഞ്ഞുമലുള്ള ചിദംബരം, ആഫ്റ്റർ ബാലനുള്ള ചിദംബരം, ഇതിൽ ഈ ഹൈ കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഈ പറഞ്ഞ ആസ് എൻ ആർട്ടിസ്റ്റ് ഇതിൽ സന്തോഷത്തിന്റെ മറ്റേ ഭാരം വലുതാവുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എനിക്കും അങ്ങനെ ഒന്നുമില്ല. ഐ എം ജസ്റ്റ് 3 films old. എനിക്ക് കുറെ പടം ചെയ്യണ്ട. അപ്പം ചെറുപ്പത്തിലാണ് നിൽക്കുന്നത്. അതെ, 3 films. അപ്പം ഇനിയും പടങ്ങൾ ചെയ്യാണ്ട്. ഇതിൽ നല്ല പടങ്ങളുണ്ടാവും. അപ്പം അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വി ആർ ഓൾവേസ് ട്രൈങ് ടു ടെൽ എ ന്യൂ സ്റ്റോറി. ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. സോ അത് അതിന് നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഇത് അങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. പിന്നെ ബേസിക്കലി ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഓഫ് കോഴ്സ് പടങ്ങൾ സേഫ് ആവണം. അല്ലാണ്ട് നമ്മൾ ചർച്ചകൾ ഉണ്ടാവും. അപ്പോൾ അമ്മ ടോക്സിക് ആണോ എന്ന് ചോദിക്കുന്നു, മറ്റേത്. അപ്പോൾ ആ ചർച്ച അല്ലെങ്കിൽ ഗുണ കേവിൽ എത്ര പേര് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ കുറച്ചും കൂടെ ആനന്ദം തരും. കാരണം വി ആർ മേക്കിംഗ് സംതിങ് ദാറ്റ് ഒരു ചർച്ച ആയിപ്പെടുന്നുള്ളൂ. അത് ഇങ്ങനത്തെ ഒരു ഫാക്ടർ. അതിപ്പം അതിൻ്റെ കീറി മുറിച്ച് പരിശോധിക്കുക. അപ്പോൾ അതിന് ആൾക്കാർ സമയം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ
സന്തോഷം തരുന്ന ഒരു കാര്യം. ഷൈജുകാരെ പറ്റി സംസാരിക്കണം എന്ന് തോന്നുന്നു. അതിൽ നിങ്ങളുടെ ഒരു ലോങ് ടേം പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ബോണ്ടിങ് അവിടെയുണ്ട്. ഇതിൽ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരിക്കാം, കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഉണ്ടാവാം. ബാലന്റെ വിഷ്വലില് ഒരിക്കലും മഞ്ഞുമലായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, കംപ്ലീറ്റ്ലി ബാലന്റെ വേൾഡിലാണ്. ഭയങ്കര രസമുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഈ ഹൊറൈസൺ ഒക്കെ കൺസിഡർ ചെയ്തേക്കുന്നത് ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. ബാലന്റെ ഇനീഷ്യൽ ഐഡിയ ഈ പറഞ്ഞ ഷൈജു ഖാലിദായിട്ടുള്ള ഉറപ്പായിട്ടുള്ള നരേഷൻ ഡിസ്കഷൻ വോട്ടെവർ വിഷ്വൽ പ്ലാനിങ് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ശരിക്കും ആക്ച്വലി ഞാൻ ഷൈജുക്കാട് പറഞ്ഞത് ഗിബ്ലി സ്റ്റുഡിയോസിന്റെ ലാൻഡ്സ്കേപ്സ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ അതിൽ ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഗിബ്ലി സ്റ്റുഡിയോസിൽ അത്ര ബ്രൈറ്റ് അല്ല, അതിലൊരു ത്രില്ലർ അണ്ടർ ടോണും സ്ലോ ബോൺ അങ്ങനത്തെ ഒരു കുറച്ച് ചെറിയൊരു ഡാർക്ക്നെസ്. അപ്പം കുറച്ച് ബ്ലാക്സ് ഒക്കെ ഭയങ്കര ഡീപ്പാണ്, കുറച്ച് കോൺട്രാസ്റ്റ് ഉണ്ട്, ചിലടത്ത് ഭയങ്കര ഇരുട്ടാണ്. എന്താണ് അവിടെ? അപ്പൊ അതൊക്കെ നമുക്കൊരു വിഷ്വൽ ടെൻഷൻ ഉണ്ടാക്കും. എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഇതില്ല. ഗിബ്ലി തന്നെയായിരുന്നു അതിന്റെ ഒരു റെഫറൻസ്. അതുകൊണ്ടാണ് വയനാട് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യുക. വയനാട് എന്ന് വെച്ചാൽ ഇപ്പം നല്ല വിഷ്വലിന് കുറച്ച് വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ പോപ്പാവുള്ളൂ, ആ വെയിലടിക്കണം. അപ്പൊ അതൊക്കെ നോക്കി നമ്മളങ്ങനെ പ്രകൃതി ഭയങ്കര നമ്മൾ കുറെ ടൈം വയനാട് സ്പെൻഡ് ചെയ്യുന്നത്. എഴുതുന്ന സമയത്തും വയനാട് ഷൈജുക്കും വരുന്നു. അപ്പോൾ നമ്മൾ വയനാട് ഷൈജുക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഷൈജുക്കയുടെ മറ്റേ സേതുലക്ഷ്മി അതും അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അപ്പോൾ അതിൽ ആ സ്ഥലം തന്നെയാണ്, അല്ല നമ്മൾ ഭയങ്കരമായിട്ടൊന്നും ചെയ്തില്ല. പ്രകൃതി അവിടെ ഉണ്ടാക്കി വെച്ചു, നമ്മൾ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് കഷ്ണങ്ങൾ നോക്കി ഷൂട്ട് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഒരു വിഷ്വൽ ഒരു റെഫറൻസ് പോലെ നമ്മൾ പറഞ്ഞത്. ഈ വർക്കിംഗ് വിത്ത് ഷൈജു ഖാലിദിലുള്ള ഒരു കംഫർട്ട് കൂടി ഇല്ലേ ശരിക്കും? അത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അതും കൂടെ ഒരു എൻ്റെ ഒരു മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ഫാക്ടർ അല്ലേ ശരിക്കും ഈ പറഞ്ഞ കോംബോ നിങ്ങൾ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്? തീർച്ചയായും ഭയങ്കര ഈസ് ഓഫ് വർക്കിംഗ് ആണ് ഷൈജു. അതിപ്പോൾ എന്താ പറയാന്നുള്ളതിൽ മിനിമലാണോ മിനിമൽ എന്ന് വെച്ചാൽ ആ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് വെച്ചാൽ ആവശ്യമില്ലാത്തൊന്നുമില്ല. ഷൈജുക്ക് തന്നെ 2 ദിവസം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു ആ ജിബ് വിട്ടുകൊടുക്കണം, അത് കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും ഇല്ലടാ വിട്ടു അതൊക്കെ പറഞ്ഞാൽ അത് വിഷമില്ല. അപ്പൊ അത് പുള്ളിക്കാരൻ അതും ഭയങ്കര ചിന്തിക്കുന്നത് ആവശ്യമുള്ള അങ്ങനെയൊക്കെ ഭയങ്കര. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യും പ്രൊഡ്യൂസർ സൈഡ് വന്നാലും. പക്ഷെ നമ്മൾ കറക്റ്റ് സൺലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ പകരം ഫുൾ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ ഷൂട്ട് ചെയ്തെന്നില്ല വരില്ല, ചിലപ്പോൾ നമ്മൾ 2 ഷോട്ട് എടുത്ത് പാക്കപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അത്രേ ഉള്ളൂ. അത് പക്ഷെ ഭയങ്കര മിനിമലാണ്. ആ പ്രോസസ്സും ഭയങ്കര സിമ്പിളാണ്, നമുക്ക് മനസ്സിലാവും. അത് ഭയങ്കര സിമ്പിളായിട്ടാണ് അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ബാലനാണെങ്കിലും മഞ്ഞുമലാണെങ്കിലും ജാനമനാണെങ്കിലും സിനിമ ഡിസ്കസ് ചെയ്യപ്പെടുന്ന അത്ര തന്നെ സിനിമയുടെ കാസ്റ്റിംഗ് ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. ഗണപതിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ആളുകളെ പിക്ക് ചെയ്യുന്നത് അതിൽ ഈ പറഞ്ഞ ടെക്സ്റ്റിൽ നമുക്കുള്ള ക്യാരക്ടർ ഇമേജിനെ വിഷ്വലി നമുക്ക് കൺവിൻസ് ചെയ്യാവുന്ന ഒരാളിലെത്താന്നുള്ളത്. എനിക്ക് ഫേസ് ആദ്യമാണ്, പിന്നെ അവരെങ്ങനെയെങ്കിലൊക്കെ അഭിനയിപ്പിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് അഭിനയം വേണം, എന്നാലും നമുക്ക് പണിയും എളുപ്പം. കാരണം ഐ ഓൾവേസ് ഗോ ഫോർ ഗുഡ് ആക്ടേഴ്സ് ബിക്കോസ് നമുക്ക് ആ പരിപാടി പടപടം നടക്കണം. കാരണം നമുക്ക് അത് സാധനം അത് ആക്ടേഴ്സും ഭയങ്കര നമ്മൾ സ്പീഡ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ആക്ടേഴ്സ് ആർ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആർ പെയ്ഡ് വെരി വെൽ ഓൾസോ ബിക്കോസ് ദേ സേവ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ദേ ഗിവ് മോർ ദാൻ വാട്ട് യു ഗിവ് ദം. അപ്പം അങ്ങനെ. പക്ഷേ ഇത് പുതിയ ആൾക്കാർ വെച്ചാൽ പുതിയൊരു സ്പേസ്, ആൾക്കാർക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസിലേക്ക് കൊണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ പുതിയ വെച്ചത്. പക്ഷെ എന്തുകൊണ്ട് നമ്മളെല്ലാവരും ഫേസ് എന്താണെന്ന് അറിയില്ല. നമുക്കിപ്പം ആ ഒരു ചിലപ്പോൾ ഒരാൾക്ക് ഒരു ചെറിയ മൊമെൻറ്റേ ഉണ്ടാവുള്ളൂ. ആ മൊമെൻറ്റിൽ തന്നെ ഫേസ് എങ്ങനെ, അയാളുടെ ഫേസ് എത്രത്തോളം ഇമ്പ്രിൻ്റ് ആവണം, അത് എത്രത്തോളം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അയാളുടെ അവസ്ഥ എത്രത്തോളം ആ ഫേസിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിലത്തെ ചായക്കടക്കാരൻ അയാളുടെ അവസാനമാണ് അത് എന്താ പറയാ, അതൊരു ഹാപ്പി ആരോഗ്യവാന ഒരാൾ ഇട്ടാൽ നമുക്ക് വർക്കാല്ല. അപ്പൊ അയാൾക്കൊരു ക്രീപ്പിനെസ് പാടില്ല, അയാൾക്കൊരു സാത്വിക ഒരു പരിവേഷം വേണം. അപ്പം അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ അമ്മച്ചി എന്ന് വെച്ചാൽ ഇവളെക്കാളും വലിയ ഐറ്റമാണ്. അപ്പം അതേപോലെ അപ്പൊ അവർ ഡോമിനേറ്റിംഗ് വേണം. അപ്പൊ അവർക്ക് കുറച്ച് അപ്പൊ ഞാൻ അത് കുറച്ച് സൈസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ലാസ്റ്റ് മരിച്ചു കിടക്കുന്ന ഷോട്ട്. അപ്പം അതൊക്കെ ആക്ച്വലി നമ്മൾ ആദ്യം ആലോചിച്ചപ്പോ അതൊരു അങ്ങനത്തെ ഒരാൾ ഡോമിനേറ്റിംഗ് ആയിരിക്കും. ജയന്റ് ഒരു വെയിൽ അങ്ങനത്തെ ഒരു സാധനങ്ങള് അങ്ങനെ അതാണ്. അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ ചിന്തിക്കുന്നത്. അപ്പൊ കുറച്ച് സമയം കൊണ്ട് അവരെങ്ങനെ അപ്പൊ അവരുടെ സൈസ്, അവരുടെ മുഖലം, സാമുദ്രികം എന്താ പറയാൻ, ഇപ്പം അതെല്ലാം പിന്നെ പ്ലസ് ആക്ടിങ്. പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്തു പരിപാടി സെറ്റ്. ഇതൊക്കെ ഭയങ്കര പ്രശ്നം. നമുക്ക് നോക്കിങ്ങനെ പറയാം 2 ഘട്ട താഴെ 2 ഘട്ട മേളിൽ അങ്ങനെയൊക്കെ പറയാം. ഞാൻ പിന്നെ പണ്ട് ചെറുതിലെ വർക്കും ചെയ്തിട്ടുണ്ട്. സോ അതിന് അത്രയും നാളായിട്ട് അറിയുന്ന ആള്. പിന്നെ ഈ ബാലന്മാർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു കുഞ്ഞു ബാലൻ ഉറപ്പായിട്ടും സുഗന്ധി സ്റ്റുഡിയോയില് ഫീച്ചർ ചെയ്ത ഷോർട്ട് ഫിലിം അവിടെ നിന്ന്. അപ്പൊ
ഈ പറഞ്ഞ അന്നേ ഇതിലും ചെറിയ പ്രായത്തിലാണ് കണ്ണെല്ലാവരും നോട്ടീസ് ചെയ്യുന്നത്. ബാലൻ അതിശേഷന്റെ ക്യൂരിയോസിറ്റി ആണല്ലോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവൻ ഇത് അമ്മ എന്താ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, അടുത്ത കഥ ഏതാ, നമ്മളെന്താ, പേരെന്താ, ഈ ചോദ്യങ്ങൾ, സാധനങ്ങൾ അവനവിടെ പേടിച്ചിരിക്കുന്നില്ല എവിടെ. ഈ ക്യൂരിയോസിറ്റിയും കൺഫ്യൂഷനും അത് ബാലൻസ് ചെയ്യുന്നത് ഇത് ഈ കുഞ്ഞു പിള്ളേരെ അഭിനയിപ്പിച്ചെടുക്കണല്ലോ, അതത്ര എളുപ്പമല്ലല്ലോ. അതാണ് അതിന്റെ ഒരു, എനിക്ക് എന്തോ ഭാഗ്യത്തിന് അവന് നല്ല കണ്ണുകളും നല്ല അഭിനയിക്കുന്ന ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല ഒബ്സർവേഷനും കോൺസെപ്റ്റ്സ് മനസ്സിലാവാന്നുള്ള ആ പ്രായത്തിൽ. അപ്പം അമ്മ അതിനെ കളഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്, അപ്പം നിനക്ക് സ്കൂളിൽ പോകണം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പം ആ സിനിമ ഉണ്ടാവും, അമ്മ അവനെ ആ സീനിൽ അവനെ നിന്നെ ഞാൻ കളഞ്ഞിട്ട് ഇവിടുന്ന് പോകും. അപ്പൊ അതിന്റെ മൊത്തം അവന് പേടി വരും, ചിലപ്പോൾ കളഞ്ഞിട്ട് പോവോ. കാരണം അത് ആ ചേഞ്ചസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അതൊരു പയ്യൻ അമ്മ വരുമ്പോ ഇങ്ങനെ, അപ്പൊ അത് അമ്മ കളഞ്ഞിട്ട് പോകുമ്പോ അവിടെ നിന്ന് ഒരു ചേഞ്ച്. അപ്പൊ അങ്ങനെയാണല്ലോ ഒരു പോയിന്റ് ആണല്ലോ ആക്ട് ചെയ്തുകൊണ്ട്. അത് കഴിഞ്ഞ് അവളെ ഫർസാൻ എക്സിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ കട്ട് വിളിച്ചില്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു സെക്കൻഡ് അവൻ എന്താ ചെയ്യുന്ന നോക്കുമ്പോൾ അവൻ തന്നെയാണ്, ഞാൻ പറയാതെയാണ് അവൻ ആ ബാഗ് എടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മെയ്ഡ് ദ സീൻ. അത് ഞാൻ അവനോട് പറഞ്ഞിട്ടേ ഇല്ല. സോ ദാറ്റ് ഈസ് ഹിസ് ഇംപ്രവൈസേഷൻ. സോ അതാണ്. സോ ഈസ് എ വെരി ഗ്രേറ്റ് ആക്ടർ ആൻഡ് ഭയങ്കര ഡെപ്ത് ഉള്ളൊരു പയ്യൻ തന്നെയാണ്. അതുപോലെ സിനാൻ ഭയങ്കര ലോട്ടറിയാണ് എനിക്ക്. സിനാൻ വെരി, കാരണം സിനാനാണ് ആക്ച്വലി ഹെവി ലിഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ. എന്താ പറയാ, അതിശേഷം നല്ല പ്രസൻസ് ആണെങ്കിൽ അവന്റെ കണ്ണ് പരിപാടി തന്നെ അവനൊരു കുട്ടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ലീവേജും അതിന്റെ ഒരു വേറൊരു കഥ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുമ്പോഴും അതിന്റെ മൂവ്മെന്റ് കാണും. മറ്റേതൊരു ടീനേജറാണ്, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പ്രായമാണ്. അപ്പൊ അതവൻ ക്യാരി ഓഫ് ആയി അതിലവൻ കുറച്ച് പെട്ടെന്ന് അവൻ ബാങ്ക് ഓൺ ആണ്, അവനൊരു ഇത് അവനാണെന്നല്ല, പെട്ടെന്ന് നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെയാണ് അവൻ. എന്നിട്ടും ആൾക്കാർ അവനിലേക്ക് എംപത്തൈസ് ചെയ്യാനും ലാസ്റ്റ് അമ്മയെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെവി ലിഫ്റ്റിംഗ് ചെയ്തത് സിനാൻ തന്നെയാണ്. എപ്പോഴും ഒരു ഡയറക്ടർ കോൺഫിഡൻസ് കൂടിയാണല്ലോ ഒരു ആക്ടർ ഫേസിൽ ക്യാമറ വെക്കാന്നുള്ളത്. അതിൽ ഈ ക്ലൈമാക്സ് പോർഷനില് ആ ലോങ് ഷോട്ടിൽ അമ്മ നടന്നു വരുന്നത് ഇവന്റെ മുഖത്ത് നിന്നാണല്ലോ നമ്മളെല്ലാവരും. അത് ഭയങ്കര, ആ ഷോട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിലും അവൻ ആ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. അപ്പൊ നേരെ ഒരാൾ വന്ന് തൊട്ട് നേരെ അമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കില്ല, അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞിട്ട് അവൻ തന്നെ പ്രോസസ് ചെയ്യും, എന്നെ തൊട്ടത് ആരായിരിക്കാം, അമ്മ ആയിരിക്കാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ആ ഷോട്ട് ലോങ് ഷോട്ട് പോയിരിക്കുന്നത്. പെർഫോമൻസ് ആയിരുന്നു സിനാന്റെ. വെരി നൈസ്. ചിദംബരം ആസ് എ ഫിലിം മേക്കർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അത്ര തന്നെ എനിക്ക് തോന്നുന്നു പെർഫോമർ ചിദംബരോട് പറയണമെന്ന് തോന്നുന്നു. ആർമിയാസ് ഒരു സാഹചര്യത്തില് അത് അനൗൺസ് സമയം തൊട്ട് നമ്മൾ എക്സൈറ്റഡ് ആണല്ലോ, ഇത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പാടില്ല. ഇത് ഈ പറഞ്ഞ ചാക്കോച്ചനുണ്ട്, സച്ചിനുണ്ട്, അവിടെ എന്തായിരിക്കും പൊതുവാളുടെ പടം, ആ ബാലൻസിങ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെയാണ് പടം കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഞാൻ ഇയാളുടെ ഒരു മോരടൻ, ഇയാൾ ഇടയ്ക്കല് കുറച്ച് ചെയ്യെളുപ്പായിരുന്നു. അല്ല വേറെ ടഫ് കഥാപാത്രമാണെങ്കിൽ പറഞ്ഞു അത് ടഫായിരുന്നു പരിപാടി. പക്ഷെ ചാക്കോച്ചനുണ്ടായിരുന്നു, സജിൻ, പിന്നെ ജാഫ്രിക്കയുടെ അടുത്തേക്കുമ്പോഴും ചിരി വരും. പിന്നെ അത് പിന്നെ രതീഷേട്ടൻ അങ്ങനെ എല്ലാരും ഉള്ളതുകൊണ്ട് അതിങ്ങനെ കഴിച്ചില്ലായി എന്ന് പറയില്ല നമ്മള്. അതങ്ങനെ അഭിനയം തുടരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അങ്ങനെ പ്ലാനുകളൊന്നും ഇല്ല. ഇപ്പൊ അടുത്ത സിനിമ മൗണ്ട് ചെയ്യും, അടുത്ത സിനിമ തുടങ്ങാന്നുള്ളതാണ്. എന്തായിരിക്കും ശരിക്കും ഒരു കരിയറിന്റെ വിഷയം എന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ പറയത്തില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയറിന് നെക്സ്റ്റ് സ്റ്റേജുകളിലോട്ട് ഇത് എത്തിക്കണം, ആസ് എ മേക്കർ എനിക്ക് ഇങ്ങനെ തലങ്ങൾ കണ്ടെത്തണം. എനിക്കറിയാം ചിലപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവില്ല എന്നറിയാം. അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് കരിയർ ഇങ്ങനെ ഒരു വിഷൻ എന്നൊക്കെ പറയുന്ന പോലെ അച്ചീവ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്, അങ്ങനത്തെ അച്ചീവ്മെന്റ് കിട്ടിയാൽ സന്തോഷമുണ്ട്, അങ്ങനത്തെ തോട്ട്സ് പോയിട്ടുണ്ടോ? അല്ല, അത് നമ്മളിങ്ങനെ ദിവാസ്വപ്നങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ പാൽക്കാരൻ്റെ സ്വപ്നമൊക്കെ പറയില്ല. അപ്പൊ അതൊക്കെ നടക്കും അതിന്റെ വഴിക്ക്, അതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾ ഇതെല്ലാം ബോണസ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പം ഹോപ്പിംഗ് ഫോർ ഗുഡ്, ലൈക്ക് കുറെ സിനിമകൾ ചെയ്യണം, അതിന് പറ്റുകയാണെങ്കിൽ അത്ര തന്നെ. അല്ലാണ്ട് വലിയ പ്ലാൻസ് ഒന്നും തൽക്കാലം ഇല്ല. ഈ എഴുത്തുകാരൻ ഈ പറഞ്ഞപ്പോ ജിത്തുവിനൊപ്പം കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതല്ലാതെ ചിതു എഴുതുന്ന സമയത്തേക്ക് റൈറ്റർ ചിദംബരം, മേക്കർ ചിദംബരം. ഇതിൽ ഇപ്പൊ റൈറ്റർക്ക് എന്ത് എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മേക്കർക്ക് ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി കൂടി നോക്കേണ്ട സാധനം ഉണ്ടല്ലോ. ആ കോൺഫ്ലിക്ട് റെഗുലർലി ഉള്ളതാണോ? അല്ല, അത് എനിക്ക് അറിയാലോ. അത് എങ്ങനെ ഞാനത് മേക്കിംഗ് കൂടെ ചെയ്യുന്നത് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എഴുത്താണോ? മേക്കിംഗ് തന്നെയാണ്. എഴുത്ത് ടഫാണ്. എഴുത്ത് ആദ്യം നമ്മൾ ഇരിക്കണം വീട്ടിൽ, അത് ഇരിക്കുന്ന ഇഷ്ടംപോലെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാം, കോള് വരും, നമ്മൾ തന്നെ റീൽസ് നോക്കി അതിന്റെ ആഘാതത്തിലേക്കൊക്കെ വീണ് പോകും. അത് റൈറ്റിംഗ് ആണ് ഏറ്റവും ടഫ്. അത് ഞാനൊരു ട്രെയിൻഡ് റൈറ്ററും അങ്ങനത്തെ ഒരു റൈറ്ററും അല്ലല്ലോ. അപ്പം ടു മേക്സ് അപ്പം അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഭയങ്കര
ദിവസം ഒരു സീൻ വെച്ച് എഴുതിയാൽ മതി. അപ്പൊ 3 മാസത്തിൽ ഒരു സ്ക്രിപ്റ്റ് 100 ദിവസം കൊണ്ട് അത്രേ ഉള്ളൂ. ഒരു സീൻ എഴുതിയാൽ മതി ഒരു ദിവസം. പക്ഷെ ആ ഒരു സീൻ എഴുതാൻ ഒരു സീൻ എഴുതാൻ ചിലപ്പോൾ 1 മാസം എടുക്കും. അതാണ് ഒരു സീൻ ഒരു ദിവസം എഴുതാൻ 90 സീനിൻ്റെ ഒരു സിനിമ ആവാം. ആ ഡിസിപ്ലിൻ ആണ് അത്. സീരിയസ് ആയിട്ട് എഴുതുന്ന ആൾക്കാർക്കും അത്, കാരണം അത് അങ്ങനെ എഴുതാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ. അതാണ് ഇതിൻ്റെ പ്രശ്നം. നാട്ടിൽ ഈ പറഞ്ഞ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഒരു ഇനീഷ്യേറ്റീവ്, ഈ ലഹരി ഇതിന്റെ ഒരു ഓവറായിട്ടുള്ള ഒരു ഒഴുക്ക് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻ വന്നിരുന്നു. അപ്പൊ എനിക്ക് ചിതു ആസ് എ മേക്കർ ഒരു ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതിൽ ചിദംബരത്തിന്റെ ടേക്ക് എന്താണ്? ഈ പറഞ്ഞ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ചെറിയ കുട്ടികളിലോട്ട് ഈ ലഹരിയുടെ ഈ എൻട്രി പോയിന്റ് ഭയങ്കര ഓപ്പൺ ആയി വരുന്നുണ്ട്. അതിനൊരു ഇറാഡിക്കേഷൻ ഫ്രം സൊസൈറ്റി എന്നുള്ള രീതിയിൽ അതിൽ ഒരു മേക്കർ, ക്രിയേറ്റർ, ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പറയാനുള്ളത്. അല്ല, തീർച്ചയായും കുട്ടികളിലേക്ക് ലഹരി ഒഴുകുന്നത് അങ്ങനത്തെ അതെല്ലാം തടയണം. ഓപ്പറേഷൻ തൂഫാൻ എന്തായാലും ഇറ്റ് ഷുഡ് ബി വെൽക്കംഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ്. നമ്മളെ കഴിയുന്നതെല്ലാം ചെയ്യണം. അതൊരു ചോദ്യം, അതിൻ്റെ ഒരു ഉത്തരം വേണ്ടാത്തൊരു ചോദ്യം. ഓഫ് കോഴ്സ് ഇതൊരു സോഷ്യൽ കോസ് ആണത്. അതിൻ്റെ അതിനൊരു ഓപ്പറേഷൻ, കാരണം ഇത്രയും നല്ല ക്യാമ്പയിൻ, അതിപ്പം ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളൊരു നിയമം, അപ്പം ലാലേട്ടൻ ഒരു തൂഫാൻ വാരിയറാണ്. അങ്ങനെ അപ്പം അങ്ങനെ കുറേ ആൾക്കാർ അപ്പം അതിന് നമ്മൾ സിനിമാ മേഖലയിൽ നിന്നും എല്ലാ പൊതുമേഖലയിൽ നിന്നും ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും സ്കൂളുകളിൽ എത്തുന്നതും ഈ കുട്ടികളിൽ എത്തുന്നതും ഒക്കെ അവരുടെ മാനസിക വികാസവും വളർച്ച എല്ലാത്തിനും പ്രകടിപ്പിക്കാൻ ഭയങ്കര സാധ്യതയുള്ള സാധനങ്ങളാണ്. എല്ലാം തീർച്ചയായും എറാഡിക്കേറ്റ് ചെയ്യണം. അതിന് ഒഴുക്ക് തടയണം. സ്ട്രീറ്റ് ലെവലിൽ അതിൻ്റെ കണ്ടെത്തലിനെ കാണും. ഇതിൻ്റെ ഇൻഫ്ലക്സ് എങ്ങനെ നമുക്ക് അത് തടയാം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ സാധനം. അത് ഓഫ് കോഴ്സ് ദേ നോ ബെറ്റർ, ദേ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ഇറ്റ്. അതെ. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ പലരും ഈ കഴിഞ്ഞ കുറേ കാലയളവിൽ ഈ AI സംവിധാനങ്ങൾ ലൈവ് ആവുന്നതോട് കൂടിയിട്ട് ഒരു എഴുത്തിലാണെങ്കിലും ഒരു ഐഡിയയിലാണെങ്കിലും ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ പറഞ്ഞ ഒരു ChatGPT ആയിട്ടുള്ള കോൺവെർസേഷനിലായിരിക്കാം അവർ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസി ഫാക്ടർ കൂടുന്തോറും ഇവരുടെ ക്രിയേറ്റീവ് ഫാക്ടറിന് അവിടെ ഒരു ഈ പറഞ്ഞ പേസിങ് സ്ലോ ആവുന്നുണ്ടാവാം. ഈ മറ്റേ വികാസം എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ആ ഒരു കോൺഫ്ലിക്റ്റ് ശരിക്ക് ഇപ്പോഴുള്ള പലരും കാണുന്നുണ്ട്. ഈ AI വളരുന്നത് റൈറ്റിംഗ്, മേക്കിംഗ് മേഖലകളിലുള്ള സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ്? അങ്ങനെ ഇപ്പം എന്താ പറയുക, കാലാകാലങ്ങളായിട്ട് പുതിയ ഒരു ടെക്നോളജിയുടെ ആ സ്കിൽ സെറ്റ് മാറും. ഇപ്പം നമ്മള് സ്റ്റീം വെച്ച് പ്രവർത്തിക്കുന്ന ലൂം വന്നപ്പോൾ നെയ്ത്തുകാരില്ലാണ്ടാവും. ഇപ്പോഴത്തെ നെയ്ത്തുകാർ ഉണ്ട്, പക്ഷെ അങ്ങനെ കാലഘട്ടത്തിൽ സ്കിൽ സെറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ AI എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ചെറുതിലെ നമ്മളൊരു സ്കൂളിൽ വേണ്ടി ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പവർ പോയിന്റ് തുറന്ന് നമ്മളൊരു കളർ ചൂസ് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ബ്രെയിൻ നമ്മൾ പല ന്യൂറൽ നെറ്റ്വർക്ക്സ് നോക്കുമ്പം അതിൽ നമ്മളൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നു, അത് റീസൈസ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ഒരു ഭംഗിയുള്ള ഫോണ്ട് ടെക്സ്റ്റ്. അപ്പോൾ അതൊരു ഭയങ്കര ഹാൻഡ്സ് ഓൺ പ്രോസസ്സാണ്. അപ്പം അത് നമ്മൾ ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അത് സ്വാധീനിക്കും, അങ്ങനത്തെ ഹാൻഡ്സ് ഓൺ പ്രോസസ്സ്. ഇപ്പം നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അല്ല, പ്രോംപ്റ്റ് കൊടുക്കാനും അത് അറിയണം, പ്രോംപ്റ്റ് കൊടുക്കാനും അതിനൊരു ഐഡിയ വേണം. അത് എന്താ പറയാ, കുറെ ഇപ്പം വെറുതെ പ്രസന്റേഷൻ ഉണ്ടാക്കി ആണെങ്കിൽ സമയം കളയണ്ടെന്ന് നമുക്ക് ഇനി ആലോചിക്കാം. കാരണം ഇത് നമ്മൾ ഞാൻ ഇപ്പോൾ ഒരു ആഡിന് പ്രസന്റേഷൻ കൊടുക്കുന്നു. ആ മീറ്റിംഗിന് എനിക്കറിയാം, ഞാൻ ഇത്രയും ഞാൻ എൻ്റെ സകല കലായി ഇട്ടിട്ട് കൊടുക്കുന്ന സാധനം അവർ വായിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ആഡ് എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആക്ച്വലി ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സമയം കളയണം. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം ഇതിൽ വരുന്നുണ്ട്. മണ്ടേനായിട്ടുള്ള ഈ റിപ്പീറ്റഡ് ജോലികൾ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരിക്കലും ടേക്ക് ഓവർ ചെയ്ത് എനിക്കത് ഒരു കാരണം ഹ്യൂമൻ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് സിനിമയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഭയങ്കര ബ്ലാൻഡ് ആയിരിക്കും കാണാൻ എനിക്ക് തോന്നുന്നു. അതെ, എല്ലാം പെർഫെക്റ്റ് ആയി നമുക്ക് കണ്ട് ശീലമില്ലല്ലോ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സൈറ്റഡ് ആണ് ചിതുവിന്റെ ഈ രസമുള്ള കരിയറിൽ. ഇതിന്റെ ഈ സ്ട്രീക്ക് അടിപൊളിയായി തുടരട്ടെ, പുതിയ കഥകൾ ഇനിയും പറയാൻ പറ്റട്ടെ. താങ്ക് യു.